നമസ്കാരം. 1970കളുടെ അവസാനത്തോടു കൂടിയാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇനി CPI ഇടതുമുന്നണിയിലേക്കാണ് പോകുന്നത് എന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. 1969 മുതൽ ഏതാണ്ട് 10 വർഷത്തോളം നീണ്ട കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ അവർക്ക് 2 മുഖ്യമന്ത്രിമാരാണ് ലഭിച്ചിരുന്നത്, അച്യുതമേനോനും PK വാസുദേവൻ നായരും. എന്നാൽ ഇടതുപക്ഷ ഐക്യം അനിവാര്യമാണ് എന്ന പാർട്ടികളൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വങ്ങളുടെ ഒരു തീരുമാനം അനുസരിച്ചാണ് 1982 വരെ മുഖ്യമന്ത്രിയായി ഭരിക്കാമായിരുന്ന PK വാസുദേവൻ നായർ എന്ന മുതിർന്ന CPIയുടെ നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് CPI ഇടതുമുന്നണിയിലേക്ക് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ അന്നു മുതൽ കാണുന്നതാണ്. നിരന്തരമായ അവഗണന തന്നെയാണ് CPIയോടും CPIയുടെ നേതാക്കളോടും ഒക്കെ തന്നെ കാട്ടിയിട്ടുള്ളത്. CPIയും CPIയുടെ നേതാക്കളെ പരമാവധി പുച്ഛിക്കുക, CPI ആളില്ലാ പാർട്ടിയാണെന്ന് പറഞ്ഞ് കളിയാക്കുക തുടങ്ങി ഒരുപക്ഷെ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായ കോൺഗ്രസിനേക്കാളും BJPയെക്കാളും CPI നേതാക്കൾ പലപ്പോഴും കളിയാക്കിയിരുന്നതും വിമർശിച്ചിരുന്നതും ഒക്കെ തന്നെ CPI തന്നെയായിരുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഒരു സംഭവമാണ് കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI ആവശ്യപ്പെട്ടിട്ടും അത് നിരസിച്ച പിണറായി വിജയൻ എന്ന CPMൻ്റെ പരമോന്നത നേതാവിൻ്റെ ധാർഷ്ട്യം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ തോതിലുള്ള ചർച്ചയായിരുന്നു. ഇന്നിപ്പോൾ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ CPIയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായ സത്യൻ മൊകേരി തന്നെ തൻ്റെ പേര് വെച്ചെഴുതിയ ഒരു ലേഖനത്തിൽ പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. പിണറായി വിജയൻ എടുത്ത ഈ ഒരു തീരുമാനം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ധാർമ്മികതയ്ക്ക് ചേരാത്ത നടപടിയാണ് പിണറായി വിജയൻ ചെയ്തത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് CPIയും CPMനും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ഈ വിഷയം ചർച്ചയായപ്പോഴും പിണറായി വിജയൻ ഉറച്ചു നിന്നത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് തന്നെയാണ് എന്നാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണം. പ്രതിപക്ഷ ഉപനേതാവ് ആരാണ് തീരുമാനിക്കുന്നത്? ഞാനാണ്, അതായത് പ്രതിപക്ഷ നേതാവാണ്. ഞാനാണ് സ്പീക്കർക്ക് കത്തെഴുതി കൊടുക്കേണ്ടത്. ആരായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ്? CPM കാരനായിരിക്കും, CPI കാരനായിരിക്കും എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എടുത്തടിച്ച പോലെ മറുപടി പറഞ്ഞത് CPM കാരനായിരിക്കുമെന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോതിലുള്ള തിരിച്ചടിയാണ് ഇടതുമുന്നണിക്കേറ്റത്, പ്രത്യേകിച്ച് CPMന്. CPIയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. പക്ഷേ ഇത്രയും വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയിട്ടും അടികൊണ്ട് താഴെ വീണ് കിടന്നിട്ടും CPM നേതാക്കളുടെ ധാർഷ്ട്യത്തിന് യാതൊരു കുറവുമില്ല എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതായിരുന്നു പിണറായി വിജയൻ്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം CPI പലവട്ടം ഇക്കാര്യം പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ LDF യോഗം കൂടിയപ്പോൾ, അത് എത്രയോ നാളുകൾക്ക് ശേഷമാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായ LDF യോഗം കൂടിയപ്പോൾ CPI നേതാക്കൾ തർക്ക വിഷയമാകണ്ട എന്ന് കരുതി ഇക്കാര്യം ഉന്നയിച്ചിരുന്നില്ല എന്നും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇടതുപക്ഷം മുന്നോട്ട് പോകണമെന്നാണ് ആ യോഗത്തിൽ തീരുമാനമെടുത്തത് എന്നുമാണ് ഇപ്പോൾ ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ രീതിയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ പെരുമാറിയിരിക്കുന്നത് എന്നാണ് CPI നേതൃത്വം അവരുടെ മുഖപത്രത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന വാർത്തകളിൽ ഒരുപക്ഷെ അടുത്ത നടക്കാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ CPI ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥി നിർത്തുമെന്നും നിയമസഭയിൽ അവരൊരു പ്രത്യേക ബ്ലോക്കായിരിക്കുമെന്നും അങ്ങനെയുള്ള ചില നീക്കങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകും, അതിൽ എത്രത്തോളം അത് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. കാരണം ഈ പാർട്ടിയുടെയൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വം ഒരുപക്ഷെ ഇടപെട്ട അവസാന നിമിഷം എന്തെങ്കിലും ഒത്തീർപ്പുണ്ടാക്കിയാൽ പോലും CPIയെ എപ്പോഴും അപമാനിക്കുന്ന CPM നേതൃത്വത്തിൻ്റെ ഈ നിലപാട് ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. കാര്യങ്ങൾ എന്തൊക്കെയായാലും CPIയെ നിരന്തരമായി ജനമധ്യത്തിൽ അധിക്ഷേപിക്കാൻ തന്നെയാണ് ഇപ്പോഴും CPI നേതാക്കൾ തയ്യാറാകുന്നത് എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ്റെ ഈ ഒരു നിലപാട് സൂചിപ്പിക്കുന്നത്. അതിനെതിരെ ഏതായാലും ഞങ്ങൾ ഇനിയും അങ്ങോട്ട് ഈ അടിയാന്മാരായിരിക്കാൻ ജന്മി അടിയാൻ ബന്ധം അല്ല ഇവിടെ ഉള്ളത് എന്നും, മുന്നണി ബന്ധമെന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് പോകുന്ന, അവിടെ കൂടിയ ആളെന്നും കുറഞ്ഞ ആളെന്നും ഉള്ള വ്യത്യാസമില്ല എന്നും, ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും ആ മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പോകണമെന്നും ഉള്ള കാര്യം പിണറായി വിജയനെ ഈ ലേഖനത്തിലൂടെ CPI പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ മുന്നണിയിൽ ഇപ്പോൾ MLAമാരുള്ളത് CPMനും CPIക്കും RJDക്കും മാത്രമാണ്. മറ്റ് ഘടകകക്ഷികളെല്ലാം തന്നെ അപ്രസക്തരായി തീർന്നൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അവിടെ CPIയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ജയിച്ചു വന്നപ്പോൾ CPMൻ്റെ എന്തിനേറെ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും പരാജയപ്പെട്ടു. CPMൻ്റെ കുത്തക മണ്ഡലങ്ങളിൽ അവർക്ക് തിരിച്ചടിയേറ്റു. കണ്ണൂർ പോലെയുള്ള അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ തിരിച്ചടിയായതാണ് തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ അവർക്ക് സംഭവിച്ചത്. അമ്പലപ്പുഴ G.സുധാകരൻ ജയിച്ചു വന്നതൊക്കെ തന്നെ പാർട്ടിയോട് ഇഴഞ്ഞ അല്ലെങ്കിൽ പാർട്ടിയെ വെല്ലുവിളിച്ച നേതാക്കന്മാരെല്ലാവരെയും വിജയിപ്പിക്കാൻ അതത് നാടുകളിലെ അതത് മണ്ഡലങ്ങളിലെ ജനങ്ങൾ പാർട്ടി അനുഭാവികൾ പോലും തയ്യാറായി എന്നുള്ള കാര്യം പോലും CPI നേതാക്കൾ പലപ്പോഴും മറന്നു പോവുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ വരുന്ന ആരോപണങ്ങൾ, ED അന്വേഷണം തുടങ്ങിയ ഒരുപാട് ഭീഷണികൾ മുന്നിൽ നിൽക്കുമ്പോൾ പോലും പിണറായി വിജയൻ ഇപ്പോഴും CPI നേതൃത്വത്തെ കൊച്ചാക്കി കാണിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്നാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നത്. ഇത്രയും കാലം ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷം അധികാരത്തിലുള്ള സമയത്തൊക്കെ തന്നെ
CPM പൂർണ്ണമായും വിധേയരായിട്ട് പാർട്ടി കഴിയേണ്ടി വന്നു എന്നുള്ള പേരിലുള്ള രൂക്ഷമായ വിമർശനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഏതായാലും ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന നിലപാടിലേക്ക് പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ എത്തിയെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ ഒരു ലേഖനം. ഏതായാലും ഇതിന് മറുപടിയുമായി, ഇതിന് തിരിച്ചടിയുമായൊക്കെ തന്നെ മുൻ മന്ത്രി CPM നേതാവായ വി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു ലേഖനം വന്നത് മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാണ്, CPI അതൃപ്തരാണ്. ഇനിയും ഈ ഒരു അപമാനം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുക്കാനുള്ള സമയമായി എന്ന് തന്നെയാണ് പാർട്ടിയിലെ അണികളും ഒരു വലിയ വിഭാഗം നേതാക്കളും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ കൂടി വ്യക്തമായ സൂചനയായിട്ട് തന്നെ വേണം ഇന്ന് ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച ഈ ഒരു ലേഖനത്തെ കണക്കാക്കാൻ.